മഴ തോരും മുൻപേലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ശരണ്യ വാശി പിടിക്കുകയാണ്. ശരണ്യയുടെ അമ്മയെടുത്ത് എനിക്ക് അലീന ചേച്ചിയെ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, നീ വെറുതെ വാശി പിടിക്കാതെ വന്ന് ആഹാരം കഴിക്ക്. ഇന്നലെ രാത്രിയിൽ നീ ഒന്നും കഴിച്ചില്ലല്ലോ, ഇന്നും നീ ഒന്നും കഴിച്ചില്ലല്ലോ, വെറുതെ വാശി പിടിക്കണ്ട എന്ന് പറയാണ്. അപ്പം എനിക്ക് അലീന ചേച്ചിയെ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറയാണ് ശരണ്യ. അപ്പം ഉടനെ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, നീ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്ത് പറയും, അവർ നിന്നെ അങ്ങോട്ട് കയറ്റുമോ? അപ്പം ആ കാര്യങ്ങളൊക്കെ അലീന നോക്കിക്കോളൂ എന്ന് ശരണ്യ വീണ്ടും പറയുകയാണ്. പിന്നെ അവിടെ ആ കൊച്ചു തന്നെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടായിരിക്കും താമസിക്കുന്നത്, അവരൊക്കെ എങ്ങനെ അതിനോട് പെരുമാറുവാണെന്ന് നമുക്കറിയത്തില്ലല്ലോ എന്ന് ശരണ്യയുടെ അമ്മ പറയാണ്. അപ്പോഴും ശരണ്യ പറയാണ്, അങ്ങനൊന്നുമല്ല, അവർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്. ഇങ്ങോട്ട് എന്നെ കാണാൻ വരുന്ന കാര്യം അവരോട് പറഞ്ഞിട്ടാണല്ലോ ചേച്ചി വരുന്നത്, പിന്നെന്തുവാ, അവർക്കൊക്കെ അറിയാലോ എന്നെ കാണാൻ വരുന്നുള്ള കാര്യം, പിന്നെ അവർ നമ്മൾ അങ്ങോട്ട് ചെന്നാലും ഒന്നും പറയത്തില്ല എന്നൊക്കെ ശരണ്യയാണെങ്കിൽ പറയുകയാണ്. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയാണ്, അത് അവർ നിന്നോട് അങ്ങനെ പറയുന്നെങ്കിലും അവിടെ അങ്ങനെ ആയിരിക്കത്തില്ല അലീന പറഞ്ഞത്, എന്തെങ്കിലും കള്ളമൊക്കെ പറഞ്ഞായിരിക്കും ഇങ്ങോട്ട് വരുന്നത്, നമുക്കറിയത്തില്ലല്ലോ എന്നൊക്കെ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്. പക്ഷേ ശരണ്യ വാശിയിൽ തന്നെ നിൽക്കുകയാണ്, എനിക്ക് അലീന ചേച്ചിയെ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അവസാനം ശരണ്യയുടെ അമ്മയ്ക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നാൽ നീ വാശി പിടിച്ച് തന്നെ ഇരുന്നോ, നടക്കാത്ത വാശിക്ക് വേണ്ടി ഇങ്ങനെ വാശി പിടിക്കണ്ട, നടക്കത്തില്ല, നീ വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്ന് പറയുകയാണ്. അപ്പം ശരണ്യ പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, എനിക്ക് ചേച്ചിയെ കണ്ടാൽ മതി, അല്ലാതെ എനിക്ക് ഒരു ആഹാരവും വേണ്ടെന്നും പറഞ്ഞ് ശരണ്യ വാശി പിടിക്കുകയാണ്. അപ്പോഴത്തേക്ക് ശരണ്യയുടെ അമ്മ ദേഷിച്ചങ്ങ് പോവുകയാണ്. ശരണ്യ അപ്പോഴും ഭയങ്കര വിഷമത്തിൽ തന്നെ അലീനയുടെ കാര്യം ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും അലീന ചേച്ചി കണ്ടാൽ മതി എന്നുള്ളൊരു വിചാരത്തിൽ നിൽക്കുകയാണ് ശരണ്യ. അങ്ങനെ ശരണ്യയുടെ അമ്മ ചെന്ന് ശരണ്യയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവൾ ഭയങ്കര വാശിയില്ല, അവൾക്ക് ആ അലീനയെ കാണണമെന്ന്, അല്ലെങ്കിൽ അവളൊന്നും കഴിക്കത്തില്ല എന്നും പറഞ്ഞ് വാശിയിൽ നിൽക്കുകയാണെന്ന് പറയാണ്. അപ്പം ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, അതെങ്ങനെ കാണുന്നത്, അവിടെ ചെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ, നമ്മളങ്ങോട്ട് ചെന്ന് അവരെങ്ങനെ പെരുമാറുമെന്ന് അറിയാൻ പറ്റത്തില്ല, പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ, മാത്രമല്ല അവിടുത്തെ ആ ചെറുക്കൻ, ആ രോഹിത്ത് ഈ കേസിലൊരു പ്രതിയായിരുന്നു, പിന്നെ നമുക്ക് എന്ത് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാൻ പറ്റും, അലീനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇവളെന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് അവരച്ഛനും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയാണ്, അവൾക്കടുത്ത് എന്ത് പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല, ഇന്നലെയും അവളൊന്നും കഴിച്ചില്ല എന്ന് പറയാണ്. അപ്പം ഗോപാലകൃഷ്ണൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെ വാശിയൊക്കെ പിടിപ്പിച്ച് അവളെ ഇങ്ങനെ ഇത്രയും വഷളാക്കുന്ന അമ്മയും അച്ഛനും കൂടെ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അമ്മയും വഴക്ക് പറയുന്നുണ്ട്. അവസാനം ഗോപാലകൃഷ്ണൻ അങ്ങ് എണീച്ച് പോവാണ്. അപ്പം ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, നീ ഒരു കാര്യം ചെയ്യ്, ആ ഓട്ടോക്കാരൻ ഷാജിയില്ലേ, ഷാജിയെ വിളിച്ചൊന്ന് സംസാരിക്കുക, ഷാജിക്ക് അറിയാലോ ആ വീട് എവിടെ ആണെന്നും, ഷാജി ഇടയ്ക്ക് അവിടെ പോയിട്ടുണ്ടല്ലോ, നീ ഒന്ന് വിളിച്ച് സംസാരിക്കുമെന്ന് പറയുകയാണ്. അപ്പം ശരണ്യയുടെ അമ്മ ചോദിക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നമാവുമോ ഇനി അവനെ വിളിച്ച് സംസാരിച്ച് നമ്മളെങ്ങാനും അങ്ങോട്ട് അലീന താമസിക്കുന്ന വീട്ടിലോട്ട് ചെന്നാൽ എന്തെങ്കിലും പ്രശ്നമാവുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ശരണ്യയുടെ അച്ഛൻ പറയാണ്, പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, ആ കുട്ടി പറഞ്ഞത് അവർക്കറിയാം, ആ കൊച്ചി ഇങ്ങോട്ട് വരുന്ന കാര്യം ആ വീട്ടിലറിയാമെന്നല്ലേ പറയുന്നത്, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയാണ്. അങ്ങനെ ശരണ്യയുടെ അമ്മ ഷാജിയേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഷാജിയാണെങ്കിൽ ശരണ്യയും അമ്മയും അങ്ങോട്ട് നെടുമ്പുരയിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങോട്ട് ചെന്ന് അലീനെ കാണാമെന്ന് തീരുമാനിക്കുകയാണ്. ഇവിടെ അലീനയ്ക്കാണെങ്കിൽ പനി കൂടി ഒരു പരുവായിട്ടിരിക്കുകയാണ്. വീട്ടിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ബബിത തന്നെയാണ് നോക്കുന്നത്. ഇപ്പം ഇച്ചിരിയൊക്കെ ആശ്വാസം ഉണ്ടെങ്കിലും ബബിത അടുക്കളയിൽ കയറി ഒന്നും ചെയ്യേണ്ടെന്ന്, ഒരു കാര്യത്തിൽ ഇടപെടണ്ടെന്നും ബബിത പറഞ്ഞേക്കുവാണ്. അതുകൊണ്ട് അലീന ഒരു കാര്യത്തിൽ ഇടപെടാതെ റെസ്റ്റ് എടുക്കുക തന്നെ ചെയ്യാന്ന്. ബാക്കി അവർ കോളേജിലൊക്കെ പോകുമ്പോൾ രോഹിത്താണ് അലീനയെ നോക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യവും നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരണ്യയാണെങ്കിൽ ഇവിടെ അമ്മയെ കൊണ്ട് ഷാജി എടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഷാജി അവസാനം കൊണ്ടുപോകാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഷാജി അടുത്ത് അവരമ്മ പറയുന്നുണ്ട്, ഇനി അവിടെ ചെല്ലുമ്പോൾ നമ്മളെ അലീനയെ കാണാൻ സമ്മതിക്കുമോ, അവരെന്തെങ്കിലും പറയുമോ എന്നൊക്കെ ഉള്ള ടെൻഷനുണ്ട്. അപ്പോൾ ഷാജി പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ, എൻ്റെ കൂടെ വാ എന്ന് പറയാണ്. അങ്ങനെ ഷാജിയാണെങ്കിൽ ശരണ്യയും ശരണ്യയുടെ അമ്മയായിട്ട് നെടുമ്പുരയിലേക്ക് വരികയാണ്. അപ്പം അവിടെ വന്ന് ഓട്ടോയിൽ ഇറങ്ങുമ്പോൾ ശരണ്യയുടെ അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട്. ശരണ്യയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, ഷാജി മോനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാജി പറയുന്നുണ്ട്, ഞാനുണ്ടല്ലോ, എന്തായാലും നമ്മളിവിടെ വന്നേയല്ലേ, ബെല്ലടിച്ച് അവരെ ഒന്ന് കണ്ടിട്ട് പോകും, അലീനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറയാണ്. അങ്ങനെ അവിടെ ചെന്ന് ബെല്ലടിക്കുകയാണ്. ബെല്ലടിച്ച് അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ സമയത്തും ശരണ്യയുടെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. ശരണ്യ ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുകയാണ്, അലീനെ കാണാമല്ലോ എന്നുള്ള ആകാംക്ഷയിൽ തന്നെ ശരണ്യ നിൽക്കുകയാണ്. അങ്ങനെ ഈ സമയത്ത് രോഹിത്ത് അകത്തുനിന്ന് വന്ന് ഡോറ് തുറക്കുന്നുണ്ട് ബെല്ലടി കേട്ട്. അപ്പം രോഹിത്താണെങ്കിൽ പെട്ടെന്ന് പുറത്ത് നിന്ന് നോക്കുമ്പം ആകപ്പാടെ ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ കണ്ടാണ് ഞെട്ടുന്നത്. ശരണ്യയും ശരണ്യയുടെ അമ്മയെ അറിയത്തില്ലെങ്കിലും ശരണ്യെ വ്യക്തമായിട്ട് രോഹിത്തിനറിയാം. ശരണ്യ ആകപ്പാടെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്.
രോഹിത്ത് വന്ന് ഡോറ് തുറക്കുമ്പോൾ ശരണ്യയുടെ അമ്മ ആകപ്പാടെ ഒന്ന് ഭയക്കുന്നുണ്ട്. ശരണ്യയുടെ അമ്മ പതുക്കെ ശരണ്യയുടെ പുറകിലേക്ക് ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. ഷാജിയാണെങ്കിൽ ശരണ്യയുടെ മുഖത്തെ ഭാവം ഇങ്ങനെ നോക്കുന്നുണ്ട്. രോഹിത്തിനെ കാണുമ്പോൾ ശരണ്യ എന്ത് ചെയ്യുന്നതിന് ഇങ്ങനെ ആകാംക്ഷയിൽ നിൽക്കുകയാണ് ഷാജി. ഈ സമയത്ത് രോഹിത്താണെങ്കിൽ ഇങ്ങനെ ആകപ്പാടെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ശരണ്യ ചോദിക്കുകയാണ്, എന്നെ മനസ്സിലായോ, ഞാൻ ആരാന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് ഇങ്ങനെ ഒരു വല്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. ഞാൻ ശരണ്യ, രോഹിത്തിന് എന്നെ മനസ്സിലായോ എന്നും ചോദിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. രോഹിത്ത് ഇങ്ങനെ ഭയന്ന് വിറച്ച് ഒരു പേടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ്. കൂടെ അമ്മയുണ്ട്. ശരണ്യയുടെ അമ്മയ്ക്ക് ചെറിയ ഭയമൊക്കെ ഉണ്ട്, ഇനി ഇവരെന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ഭയമൊക്കെ ഉണ്ട്. അലീന ചേച്ചി ഇല്ലേന്ന് പെട്ടെന്ന് ചോദിക്കേണ്ട ശരണ്യ. അപ്പം രോഹിത്ത് പറയാണ്, ഉണ്ട്, ചേച്ചിക്ക് സുഖമില്ലെന്നറിഞ്ഞ് ചേച്ചി എന്തിയെ എന്ന് ചോദിക്കുകയാണ്. ചേച്ചി അകത്തുണ്ടെന്ന് രോഹിത്ത് പറയുന്നുണ്ട്. വേറൊന്നും രോഹിത്ത് പറയുന്നില്ല. രോഹിത്ത് ആകപ്പാടെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ചേച്ചി ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയണം, ആ ചേച്ചിയെ കാണാം, ചേച്ചി അകത്തുണ്ടെന്ന് പറയാണ്, ആ മുറിയിലുണ്ടെന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശരണ്യ നേരെ അകത്തേക്ക് പോവുകയാണ്. ശരണ്യയുടെ അമ്മയും കൂടെ ചെല്ലുന്നുണ്ട്. അപ്പം ഷാജി പറയുന്നുണ്ട് അമ്മയും കൂടെ ചെല്ലാൻ പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഷാജി അവിടെ തന്നെ നിൽക്കുകയാണ്. രോഹിത്ത് ആകപ്പാടെ വിഷമിച്ച് പേടിച്ച് വരച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അകത്താണെങ്കിൽ അലീന ഇങ്ങനെ കട്ടിലേ ചാരിയിരിക്കുകയാണ്. ഈ സമയത്താണ് ശരണ്യ ഓടി മുറിയിലേക്ക് വരുന്നത്. അപ്പം മുറിയിൽ വന്ന് ശരണ്യയ്ക്ക് പെട്ടെന്ന് അലീനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ചേച്ചി എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ഇത് കേൾക്കുമ്പോൾ അലീന ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. ഒരിക്കലും ശരണ്യ അങ്ങോട്ട് വരുമെന്ന് ഒരിക്കലും അലീന പ്രതീക്ഷിച്ചില്ല. ശരണ്യെ കാണുന്ന അലീന ചോദിക്കുകയാണ്, മോളോ എപ്പം വന്ന്, ഒറ്റയ്ക്ക് വന്നോ, എനിക്ക് അത്ഭുതമാണല്ലോ, നീ ഇങ്ങനെ എന്നെ കാണാൻ ഇവിടെ എത്തിയോ എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ അലീന ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശരണ്യയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ചേച്ചി എന്നും പറഞ്ഞ് ഓടി വന്ന് അടുത്തിരിക്കുകയാണ്. ചേച്ചിക്ക് എങ്ങനെയുണ്ട്, പനി കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരണ്യ. അപ്പോഴത്തേക്ക് ശരണ്യയുടെ അമ്മ അകത്തേക്ക് വരികയാണ്. ശരണ്യയാണെങ്കിൽ അലീനയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അത് കാണുമ്പോൾ ശരണ്യയുടെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ശരണ്യ ഭയങ്കര സന്തോഷത്തോടെ അലീന ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ്. ചേച്ചി, ഇത്രയും ദിവസം ചേച്ചിയെ കാണാതിരുന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ചേച്ചിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി വന്നതെന്ന് പറയുകയാണ്. അപ്പം ശരണ്യയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ കരയുകയും ചെയ്യുന്നുണ്ട്. അലീനയ്ക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ വന്ന് ശരണ്യ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ അവസാനം ശരണ്യ രോഹിത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്.